fort. अपने को ये नहीं बोलना कि my vehicle was DNF. The rear joint, the cross broke, the joint failed. We are in very much trouble now. What happened actually to the vehicle? It was only a small fuse problem, but it wasted our 40 minutes. Chai. It's nice. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് നമ്മളൊരു വ്ളോഗ് ചെയ്യണത്. സത്യം പറഞ്ഞാൽ വ്ളോഗ് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും അങ്ങനെ സമയം കിട്ടുന്നില്ല. വേറെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി വർക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അരുണാചൽ പ്രദേശിൽ നംസായ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ലോങ് ട്രാവൽ ആയിരുന്നു. ട്രാവൽ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ദിബ്രുഗറിൽ നിന്ന് നംസായ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിക്കുകയാണ്. ഇവിടെ ദാംബൂക്ക് ഓറഞ്ച് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂസിക് ഫെസ്റ്റിവലാണ്. അതിന്റെ ഭാഗമായിട്ട് 4x4 ഫ്യൂറി എന്ന് പറഞ്ഞിട്ട് ഒരു 4x4 ഓഫ് റോഡ് പ്രോഗ്രാം കഴിഞ്ഞ 10 വർഷമായി നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം അതിന്റെ മുന്നത്തെ വർഷമൊക്കെ ഇവിടേക്ക് വരാൻ നോക്കിയിട്ട് പക്ഷെ വർക്കായില്ല. എന്തോ ഈ പ്രാവശ്യം വരാൻ പറ്റി. ഇന്നലെ ആയിരുന്നു ഈ പ്രോഗ്രാമിന്റെ സ്ക്രൂട്ടണി. സോ സ്ക്രൂട്ടണിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇൻഡിഗോന്റെ ഫ്ലൈറ്റ് പ്രോബ്ലംസും അതിന്റെ ഡിലേസും കാരണം. ബട്ട് ഡേ 2 നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റി. ഇന്നാണ് ഡേ സ്റ്റേജസ് നടക്കുന്നത്. ഇത് ചെക്ക് പോയിന്റ്സുകളാണ്. ഇതൊരു ബ്രഹ്മപുത്ര റിവറിന്റെ ഒരു ബാങ്കാണ് നമ്മളിപ്പോൾ ഈ മൊത്തം കാണുന്നത്. ഈ ബാങ്കിലാണ് ഇപ്പോൾ ബാക്കിലുള്ള വെഹിക്കിൾസ് ഒക്കെ നിർത്തിക്കുന്നത്. സോ ചെക്ക് പോയിന്റ്സ് ആണ്. സ്റ്റാർട്ട് വിട്ടിട്ട് 60 ചെക്ക് പോയിന്റ്സ് ഉണ്ട്. ഈ ചെക്ക് പോയിന്റ്സ് നമുക്ക് GPS മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ആ ചെക്ക് പോയിന്റ്സ് നമ്മൾ ഓരോന്ന് GPS നോക്കി എടുത്ത് നമ്മൾ ഫിനിഷിലേക്ക് എത്തണം. എല്ലാ ചെക്ക് പോയിന്റ്സും എടുത്തിട്ട് പുതിയ എക്സ്പീരിയൻസ് ആണ്. ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ടഫാണ്. ഒരു ക്ലോസ്ഡ് ഏരിയയിലല്ല, ഒരു ഓപ്പൺ ഏരിയയിലാണ് ഈ പ്രോഗ്രാം മൊത്തം നടക്കുന്നത്. പുതിയ എക്സ്പീരിയൻസ്, പുതിയ ആൾക്കാർ, പുതിയ സാഹചര്യം, പുതിയ ഫുഡ്, എല്ലാം പുതിയത്. പറ്റുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് നടക്കണേന്ന്. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഫിനിഷിംഗ് പോയിന്റിലാണ്. നമ്മുടെ ടീം, ഞാൻ വരുന്ന ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോലത്ത് എന്ന് പറഞ്ഞിട്ട് പൂനെയിലുള്ള ഒരു ഡ്രൈവറാണ്.
ഞാൻ അവരുടെ കൂടെ റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സോ അവർ ഈ ഇവന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവരുടെ കൂടെ ജോയിൻ ചെയ്താണ് ഈ ഇവന്റിന് വേണ്ടിയിട്ട്. 2 വെഹിക്കിൾസ് ആണ്. ഇറ്റ്സ് എ ടാഗ് ടീം ഇവന്റ്. 2 വെഹിക്കിൾസ് ആണ് ഒരു ടീം ആവുന്നത്. 2 വെഹിക്കിൾസും ഒരു ചെക്ക് പോയിന്റ് ഒരേ ടൈമിൽ എടുത്തിട്ട് പോകണം. അതായത് അവർ 2 പേരും അടുത്തടുത്ത് വേണം ആ ചെക്ക് പോയിന്റ്സ് എടുക്കുമ്പോൾ. ഇറ്റ്സ് എ ടീം ഇവന്റ്. ആക്ച്വലി ഡിഫറെൻ്റ് ആണ്. മോട്ടോർ സ്പോർട്സിൽ നിന്ന് ഓരോ പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ കിട്ടുന്നു. പിന്നെ നല്ല ക്ലൈമറ്റ് അവിടെ. നമ്മുടെ ടീം രാവിലെ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത്ര സമയമായിട്ടും അവർ വന്നിട്ടില്ല. Oh, pain my body. Body pain. This is your first time? Yes, it's my first time come to this. ഇന്നിപ്പോൾ ഇവന്റിന്റെ ഡേ 3 ആണ്. ഇന്നലെ വന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നും സ്റ്റേജ് നടക്കുന്നത്. ബാക്കിൽ കാണുന്നത് വെഹിക്കിൾസ് ഒക്കെ ലൈനപ്പ് ചെയ്തതാണ്. ഇപ്പോൾ സമയം 9:15. ഫസ്റ്റ് ഫ്രണ്ടിൽ നിൽക്കുന്ന 2 ടീം ടാഗ് ടീമാണ്. അത് ഒരു ടീംമേറ്റ്സ് ആണ്. ബാക്കിൽ നിൽക്കുന്ന ടാഗ് ടീമാണ്. അതേപോലെ നമ്മുടെ ടീമാണ് ഈ വെഹിക്കിളും ഈ വെഹിക്കിളും. ബാക്കിൽ കാണുന്ന ഹിൽസ് ഒക്കെ ചൈനയുടെ ഒരു ബോർഡറാണ്. സോ ബ്രഹ്മപുത്ര റിവറിന്റെ ഒരു കൈവരിയാണ് ഇപ്പൊ നിൽക്കുന്ന ഈ ബ്രിഡ്ജ്. ആലുബാരി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. In day first, we got electrical breakdown. The fuse was short. The actuator got मतलब वो काम malfunction got मतलब वो बंद पड़ गया. अपना जो टर्बो का एक्चुएटर था वो बंद पड़ गया. और सेकेंड डे अपना दूसरा जो गाड़ी था कॉम्पिटिटर जानू, उसका पूरा वायरिंग जल गया. So we are live. We are trying our best. There was a small issue in fuse, but afterwards that fuse turned into malfunctioning of turbo actuator. So now our vehicle is running on 50% power. We are in remote area, so we did not get any parts to make it. Actually, we were looking for a sensor which was required. 115 കിലോമീറ്ററേ ഉള്ളൂ ചൈനയുടെ ബോർഡറിലേക്ക്. ആ ഫ്രണ്ടിലുള്ള 2 വെഹിക്കിൾ നമ്മുടെ വെഹിക്കിളാണ്. അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇവിടെ നിന്നിട്ട് കാര്യമില്ല. എല്ലാവരും അടുത്ത സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടുന്ന് കാറുകൾ വരുന്നത് നമുക്ക് കാണാം. നിങ്ങൾക്ക് അവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം. സോ നമ്മുടെ ടീം ലെഗ് 1 കഴിഞ്ഞിട്ട് ലെഗ് 2ലേക്ക് പോയിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഒരു പ്രാവശ്യം മാത്രമേ അവർ പോണത് കാണാൻ പറ്റിയിട്ടുള്ളൂ, ഒരു ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന്. ഷൂട്ടിങ്ങിന്റെ കാര്യം ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാനൊന്നും പ്രോപ്പറായി നടന്നിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് നടക്കുന്നത് ബ്രഹ്മപുത്ര റിവർ ബെഡ് കൂടെയാണ് ഈ സ്റ്റേജുകൾ മൊത്തം നടക്കുന്നത്. നമ്മളെത്തില്ല ശരിക്കും ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത്. സോ നമുക്ക് അവരായിട്ട് കാച്ചപ്പ് ചെയ്യാൻ പറ്റില്ല. സർവീസ് ടീമിന്റെ ഒപ്പം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 51 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ലെഗ് 2ലേക്ക് എത്തിയിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യാനും റീഗ്രൂപ്പ് ചെയ്യാനും കുറച്ച് സമയം പിടിക്കും. എല്ലാവരും എത്തുന്നേ ഉള്ളൂ. ആ സമയം കൊണ്ട് ഭക്ഷണം കഴിച്ച് നമുക്ക് റെഡി ആവാം.
6, 7, 8, 9 मग मध्ये जाईल. ह्याला काय प्रॉब्लेम नाहीये. नाही आम्हाला पण आत येते माती तुला उडवताना. फक्त आत येते, रस्ता तुला दिसतोय ना, टायर कुठे जाणार आहे. ഇവിടെ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ ഫുൾ കുറേ പാത്രങ്ങളിൽ സാധനങ്ങൾ വെച്ചിരിക്കുന്നു. തുറന്നു നോക്കുമ്പോൾ ബാംബു ഷൂട്ട്സുകളാണ്. ഇവിടെ ബാംബു യൂസ് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ ആ സ്റ്റേജും കഴിഞ്ഞിട്ട് ആൾക്കാർ റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ്. प्रॉब्लम क्या था? Our joint got broken, bro. The rear joint. The cross broke. The joint failed. We are in very much trouble now. The original joints. Okay. So we are altering Mahindra to Fortuner. Okay. पूरी टूटेगी नहीं, पूरा ट्रैक कंप्लीट करेगी नहीं अपनी गाड़ी, तब हम उसको चलाएंगे. चाहे उसमें इंजन फूटे कुछ भी फूटे, अपने को कंप्लीट करना है. अपने को ये नहीं बोलना है कि माय व्हीकल वाज DNF. ഞാൻ ശരിക്കും വന്നത് ഈ ഫോട്ടോഗ്രാഫി വർക്കുകളുടെ ഭാഗമായിട്ടാണ്. ഫോട്ടോഗ്രാഫി അതിൻ്റെ അവർക്ക് കണ്ടന്റുകൾ കൊടുക്കാനാണ്. പക്ഷെ ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെടുന്നത് ഇതിൻ്റെ മെക്കാനിക്കൽ സൈഡും ഇതിൻ്റെ ആ സ്ട്രഗിളും അതിൽ കൂടുതലുള്ള ട്രാവലും. ഇപ്പോൾ ആരുമില്ല ശരിക്കും നമ്മുടെ ഈ ഇവൻറ്റിന് വന്നതിൻ്റെ ആരുമില്ല ഈ സ്ഥലത്ത്, നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്കിനി ഇപ്പോൾ ഇവിടുന്ന് ഒരു 80 കിലോമീറ്റേഴ്സ് പോയാലാണ് നമുക്ക് അടുത്ത സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. പക്ഷെ അവിടുന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും അവിടുന്ന് കിട്ടുന്ന ഒരു അതിലാണ് എൻ്റെ ഒരു എൻജോയ്മെൻറ്റ് നിൽക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലാണ് ഫുള്ളായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് മിസ് വണ്ടി ഇടിക്കാൻ മിസ്സായി പോയി. കുറച്ച് നേരം ഇവിടെ ഇരുന്നപ്പോൾ ഇവിടുന്ന് എല്ലാ മാർഷൽസും പോയി. ഒറ്റ മാർഷൽസും ഇല്ല, ആരുമില്ല. എൻ്റെ ടീമാണെങ്കിൽ എന്നെ ഇവിടെ ഒഴിവാക്കിയിട്ട് വേറെ സ്ഥലത്തേക്കും പോയി. നമ്മുടെ 2 വെഹിക്കിൾസും സ്റ്റേജിൻ്റെ ഉള്ളിൽ എവിടെയോ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അവർ എങ്ങോട്ടോ അതിൻ്റെ സർവീസിന് പോയി. ഞാൻ വേറെ ക്രൂവിൻ്റെ ഒപ്പം, സ്പാർട്ടൻസ് എന്ന് പറഞ്ഞിട്ട് ഗോവയിലൊരു ടീമുണ്ട്, ആ ക്രൂവിൻ്റെ ഒപ്പം നമ്മളിവിടെ പെട്ടു. നമുക്ക് ലൊക്കേഷനും അറിയില്ല, എങ്ങോട്ടാ പോകണ്ടേ, ഒന്നും അറിയില്ല.
All these are cheat codes. you have to be experiencing events, then you get to know. You have to show them urgency now. താങ്ക്സ് ബൈ. Meeting you, bro. ഇന്ന് ബെന്നി ദയാൽ വരുന്നുണ്ട്. ബെന്നി ദയാലിൻ്റെ കൺസേർട്ടിനുള്ള ആൾക്കാരാണ് ഇവിടെ മൊത്തം നിൽക്കുന്നത്. നമ്മുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ പരിപാടിയൊക്കെ ആദ്യം കഴിഞ്ഞിട്ട് ഞാൻ സ്ഥലം വിടുക. സോ ഇന്നിപ്പോൾ ഡേ 4 ആണ് ഞാൻ വന്നിട്ട്. ഞാൻ റൂം വെക്കേറ്റ് ചെയ്യാണ്. ഇന്നലെ ഇവൻ്റ് കഴിഞ്ഞു, വന്ന് കിടന്നുറങ്ങി. രാവിലെ എണീച്ച് ട്രാവൽ ചെയ്യണം. എനിക്ക് ട്രെയിനുണ്ട്, മുർക്കോങ് സെലക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആസാമിലൊരു സ്ഥലത്തു നിന്നാണ് ട്രെയിൻ. അപ്പോൾ ഇവിടുന്ന് എനിക്കൊരു 200 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യണം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗോൾഡൻ പക്കോഡ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്താണ്, അരുണാചൽ പ്രദേശിലുള്ള. ഇതൊരു വില്ലേജ് ഏരിയ ആണ്. ഇവിടെയാണ് ഇവൻ്റ് നടന്നത്. അതായത് ഇവൻറ്റിൻ്റെ നമ്മുടെ സ്റ്റേ ഒക്കെ ഇവിടെയായിരുന്നു. സോ ഇവിടുന്ന് നംസായി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം. നംസായിൽ നിന്ന് ദിബ്രുഗർഹ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം. ദിബ്രുഗർഹിൽ നിന്ന് മുർക്കോങ് സെലക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. അങ്ങനെയാണ് ഇന്നത്തെ ട്രാവൽ നിൽക്കുന്നത്. സോ ബാക്ക് ചെയ്തു. ഈ ഇവൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവൻറ്റ് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ടഫാണ്. വേറെ ഇവൻറ്റ്സിനെ പോലെയല്ല. കാരണം നമുക്കധികം ഷോർട്സുകൾ കിട്ടില്ല. നമ്മൾ വിചാരിക്കുന്ന ഷോർട്സുകളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. കിട്ടുന്ന ഷോർട്സ് എന്താണോ ആ ഷോർട്സുകളെ നമുക്ക് ശരിക്കും കിട്ടുള്ളൂ. പിന്നെ ഉള്ളത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാം, ഫോട്ടോസ് പുറത്തേക്ക് ഇറക്കാം. ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്, കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, മൊബൈലിൽ കുറച്ച് കണ്ടൻസുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ എടുക്കണ പോലെ കുറച്ച് റീൽ കണ്ടൻസുകൾ പോലെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ബസ് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല, വിങ്ങർ കിട്ടും. അപ്പോൾ ആ വിങ്ങറിൽ കയറിയിട്ട് തിൻസുക്കി എത്തണം. തിൻസുക്കിയിൽ നിന്ന് ദിബ്രുഗർഹ് എത്തണം. लोकल लैंग्वेज में गाना. क्या गाना? आप लोग हुआ गाना म्यूजिक. Thank you. Lagi setika de Jui Gening lolu mo pot har moi ho 4G college da him po ilu logic di bu ta nu bai so ye bachchi bi bole abi dai doi pari bi jodi ana mul logot doi 06 street ei kimti bostu be camera durot thoike kyobo kisure sei tu parot rokhi asu dao loy akomor. So this is the guys from Dibrugarh Hip Hop. These are the guys. 6001 ഈ പരിപാടി കാഴ്ചവെച്ചത് ദിബ്രുഗർ ഹിപ്പ് ഹോപ്പ് ടീം. അടിപൊളി. അവർക്കൊരു പേജൊക്കെ ഉണ്ട്, ദിബ്രുഗർ ഹിപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടി പാർട്ടിസിപ്പേറ്റ് ചെയ്യണത്.
എന്തായാലും അടിപൊളി.